നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കിനി ആശ്വസിക്കാം. എന്നാൽ ഇവർ ജാഗ്രത പാലിക്കണം. 6 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്തു കഴിഞ്ഞാൽ താമസാനുമതി അസാധുവാക്കുന്ന നിയമം ഗാർഹിക മേഖലയ്ക്ക് മാത്രം ബാധകമാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് നേരത്തെ എല്ലാവർക്കുമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഇത് ഗാർഹിക മേഖലയ്ക്ക് മാത്രമെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അധികൃതർ. മറ്റ് വിസ കാറ്റഗറികളിൽ ഉള്ളവർക്ക് കോവിഡ് കാലത്ത് അനുവദിച്ച പ്രത്യേക ഇളവ് ഇപ്പോഴും തുടരുന്നതായി താമസകാര്യ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ താമസരേഖ വിദേശത്ത് നിന്ന് ഓൺലൈനായി പുതുക്കുന്നതിനുള്ള സംവിധാനവും തുടരുന്നതായാണ് റിപ്പോർട്ട്. രാജ്യത്തെ റെസിഡൻസി നിയമപ്രകാരം വിദേശികൾക്ക് രാജ്യത്തിന് പുറത്ത് തുടർച്ചയായി താമസിക്കാവുന്ന പരമാവധി കാലയളവ് 6 മാസം എന്നതാണ്. എന്നാൽ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രവാസികളുടെ മടക്കയാത്ര മുടങ്ങിയ പശ്ചാത്തലത്തിൽ പ്രത്യേക മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ഈ നിയമം മരവിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ നിയമം പുനഃസ്ഥാപിച്ചെങ്കിലും ഗാർഹിക ജോലിക്കാർക്ക് മാത്രമാണ് ബാധകമാക്കിയത്. പിന്നീട് ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ഒന്നും വരാതിരുന്നതിനാൽ പ്രവാസികൾക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗാർഹിക വിസയിലല്ലാത്തവർക്ക് 6 മാസം കഴിഞ്ഞാലും ഇക്കാമ കാലാവധി ഉണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് തിരിച്ചു വരുന്നതിന് തടസ്സമില്ല എന്നാണ് താമസകാര്യ വകുപ്പ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഗാർഹിക തൊഴിലാളികൾക്കാകട്ടെ 6 മാസത്തിൽ കൂടുതൽ കാലം രാജ്യത്തിന് പുറത്ത് കഴിയണമെങ്കിൽ സ്പോൺസർ പ്രത്യേക അപേക്ഷ നൽകേണ്ടതായുണ്ട്. ഇല്ലാത്തപക്ഷം 6 മാസം പൂർത്തിയാകുന്നതോടെ ഇക്കാമ സിസ്റ്റത്തിൽ നിന്നും അസാധുവാകുന്നതായിരിക്കും. വിദേശത്തായിരിക്കുമ്പോൾ പ്രവാസികളുടെ ഇക്കാമ ഓൺലൈൻ വഴി പുതുക്കാനുള്ള സംവിധാനം ഇപ്പോഴും തുടരുന്നു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം കുവൈറ്റിൽ പ്രവാസികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഇനി മുതൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നതല്ല. പകരം പ്രവാസികൾക്ക് പ്രത്യേകമായ സ്വകാര്യ പങ്കാളിത്തത്തോടെ പുതിയ ആശുപത്രികൾ സ്ഥാപിക്കും. ഈ വർഷം അവസാനത്തോടെ പുതിയ സംവിധാനം നിലവിൽ വരുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. രാജ്യത്തെ സർക്കാർ ആശുപത്രികൾ സ്വദേശികൾക്ക് മാത്രമാക്കി മാറ്റാനാണ് ഭരണകൂടത്തിന്റെ പുതിയ പദ്ധതി. ഇതുവഴി ഇവിടെ കുവൈറ്റ് പൗരന്മാർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ അവസരമൊരുക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ ചികിത്സയ്ക്കായി സർക്കാരിന് വലിയ തുക ചെലവാക്കേണ്ടി വരുന്നതായും ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതുമായാണ് വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രവാസികളുടെ ചികിത്സയ്ക്കായി മാത്രം പുതിയ ആശുപത്രികൾ പണിയാൻ അധികൃതർ തീരുമാനം കൈക്കൊണ്ടത്.